Hi students, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ എന്നുള്ള പാഠഭാഗമാണ്. ഇത് ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം. അപ്പോൾ ചലനത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം ഒരു ഡൗട്ടാണ് ഒരു കുട്ടിക്ക്. സാർ, ഹൗ ഫാസ്റ്റ് ഡസ് ദ സോറിംഗ് പ്ലെയിൻ ഫ്ലൈ ഔട്ട് ഓഫ് സൈറ്റ്? സാർ, എന്തു പെട്ടെന്നാണ് ഉയരത്തിൽ പറന്നു പോകുന്ന പ്ലെയിൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത്? അപ്പോൾ സാറ് പറയുകയാണ്, there is nothing so surprising about it. Aren't we moving at great speed? അതിൽ വലിയ അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. നമ്മളും വലിയ ഗ്രേറ്റ് സ്പീഡിലല്ലേ മൂവ് ചെയ്യുന്നത്. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ സർ? എങ്ങനെയാണ് സാർ അത് പോസിബിൾ ആവുന്നത്? Aren't we still now? Not at all. Now we are moving. How do we know whether a body is in state of motion or at rest? ലെറ്റ്സ് സീ. അപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു ബോഡി റെസ്റ്റിലാണോ അതോ മോഷനിൽ ആണോ എന്ന് നമുക്കറിയാൻ പറ്റുന്നത്. നമുക്കതൊന്ന് നോക്കാം. അത് മനസ്സിലാവാൻ വേണ്ടി നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ടേബിൾ അനലൈസ് ചെയ്തതിന് ശേഷം ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് മോഷൻ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നുള്ള 2 കോളം കൂടി ഉണ്ട്. ഒന്നാമത്തത്, എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. മൂവ് ചെയ്യുന്ന ഒരു ബസ്സിലെ യാത്രികൻ. വിത്ത് റെസ്പെക്റ്റ് ടു ദ ബസ്സിനെ അപേക്ഷിച്ച് അദ്ദേഹം നിശ്ചലാവസ്ഥയിലാണ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ടിക്കിടാം. വിത്ത് റെസ്പെക്റ്റ് ടു ദ റോഡോ? നിശ്ചലാവസ്ഥയിലുള്ള റോഡിനെ അപേക്ഷിച്ച് യാത്രികനെ നോക്കുമ്പോൾ ബസ്സിനകത്തിരിക്കുന്ന യാത്രികൻ മൂവ് ചെയ്യുന്നുണ്ട്, മോഷനിലാണ്. അപ്പോൾ അവിടെ വേണം നമ്മൾ ടിക്ക് കൊടുക്കാൻ. രണ്ടാമത്തത്, എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ്. ഒരു ഫീൽഡിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ മുകളിലിരിക്കുന്ന കാക്ക. നമ്മളത് കാണാറുള്ള കാഴ്ചയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ദ കൗ, പശുവിനെ അപേക്ഷിച്ച് കാക്ക നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ ഗ്രൗണ്ട്, എവിടെയാണോ പശു നിൽക്കുന്ന ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാക്ക എന്താണ്? മോഷൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്, ഒരു ഫീൽഡിൽ നിൽക്കുന്ന കുട്ടി. വിത്ത് റെസ്പെക്റ്റ് ടു ദ ഗ്രൗണ്ട് നോക്കുമ്പോൾ കുട്ടി റെസ്റ്റിലാണ്. വിത്ത് റെസ്പെക്റ്റ് ടു ദ സണ്ണോ? സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഭൂമിയിലുള്ള ഈ കുട്ടി എന്താണ്? റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവന് ചലനം സംഭവിക്കുന്നു. അപ്പോൾ സണ്ണിനെ അപേക്ഷിച്ച് കുട്ടി സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. സിറ്റുവേഷൻസ് നമ്മൾ എഴുതി ചേർക്കണം. എങ്ങനെ എഴുതാം? വിത്ത് റെസ്പെക്റ്റ് ടു ദ ടേബിൾ. ടേബിളിനെ അപേക്ഷിച്ച് ആ ബുക്ക് എന്താണ്? റെസ്റ്റിലാണ്. എന്നാൽ വിത്ത് റെസ്പെക്റ്റ് ടു ദ ഗ്രൗണ്ട് നോക്കുമ്പോൾ ആ ബുക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ അത് റെസ്റ്റിലാണെന്നും അതിൻ്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ ആ വസ്തു മോഷനിലാണെന്ന് നമുക്ക് പറയാമെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. Analysis of the table, didn't you understand that we can state whether an object is in a state of rest of motion only with the reference to another object? The object which is taken as reference is the reference body. അപ്പോൾ ഈ ടേബിൾ പൂരിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അതോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ പരിഗണിക്കുന്നത് മറ്റൊരു വസ്തുവിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. റെഫറൻസ് ബോഡി എന്തെന്നാണുള്ളത്. ദ ഒബ്ജെക്റ്റ് വിച്ച്
ഈസ് ടേക്കൺ ആസ് റെഫറൻസ്. നമ്മൾ ഏത് വസ്തുവിനെയാണോ ഏത് ഒബ്ജക്റ്റിനെയാണോ റെഫറൻസായി എടുക്കുന്നത് അതിനെയാണ് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഏതു വസ്തുവിനെ അപേക്ഷിച്ചാണോ മറ്റൊരു വസ്തു നിശ്ചലാവസ്ഥയിലാണോ ചലനാവസ്ഥയിലാണോ എന്ന് നമ്മൾ പറയുന്നത് ആ വസ്തുവിനെയാണ് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിനെ വെച്ചിട്ടാണോ മറ്റൊരു ബോഡി ഇത് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് നമ്മൾ പറയുന്നത് ആ ബോഡിയെയാണ് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. പഠിക്കണം കേട്ടോ. If the position of an object changes with respect to the reference body, then the body is said to be in motion. Underline. എപ്പോഴാണ് ഒരു വസ്തു മോഷനിലാണ് എന്ന് പറയുന്നത്? If the position of an object, ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറ്റം വരുന്നു എപ്പോൾ? വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് ബോഡി. റെഫറൻസ് ബോഡിക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നു എങ്കിൽ, പൊസിഷനിൽ മാറ്റം വരുന്നു എങ്കിൽ ആ വസ്തു മോഷനിൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇഫ് ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്, എന്നാൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ദ ബോഡി ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ്. ആ ബോഡി റെസ്റ്റിലാണ് എന്ന് പറയാം. ആ സെൻറ്റൻസുകളും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. എ ബോഡി ഇൻ മോഷൻ അണ്ടർഗോസ് എ ചേഞ്ച് ഓഫ് പൊസിഷൻ. മോഷൻ സംഭവിക്കുന്ന ഒരു ബോഡിക്ക്, ചലനം സംഭവിക്കുന്ന ഒരു വസ്തുവിന് എന്ത് മാറ്റം വരും? സ്ഥാനത്തിൽ മാറ്റം വരും. ചേഞ്ച് ഓഫ് പൊസിഷൻ ഉണ്ടാകും. ഹൗ ക്യാൻ ബി ഡിറ്റർമിൻ ദിസ്? ഇതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മളിനി അടുത്തതായി രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ, ടേംസുകൾ പഠിക്കാൻ പോകുകയാണ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമുക്ക് പഠിക്കാം. The path through which a person travelled to its office and returned home are depicted in figure 9.2. He took the road near the hospital to go to the office. എന്താ പറഞ്ഞത്? താഴെ തന്നിരിക്കുന്ന ഫിഗർ 9.2 എന്ന് പറയുന്നത് ഒരു വ്യക്തി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ദ പാത്ത് ത്രൂ വിച്ച് എ പേഴ്സൺ ട്രാവൽ ടു ഇസ് ഓഫീസ്, ഓഫീസിലേക്ക് പോകാൻ വേണ്ടി എടുത്ത പാതയാണ് റിട്ടേൺ ഹോം, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഹി ടുക്ക് ദ റോഡ് നിയർ ദ ഹോസ്പിറ്റൽ ടു ഗോ ടു ദ ഓഫീസിൽ പോകുവാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഹോസ്പിറ്റൽ വഴിയുള്ള റോഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിത്രീകരണത്തിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന സഞ്ചാരപാതയും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സഞ്ചാരപാതയുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റൽ വഴിയുള്ള പാതയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ബട്ട് ഹി കെയിം ബാക്ക് ത്രൂ ദ റോഡ് എലോങ് ദ റേഷൻ ഡിപ്പോട്ട്. അപ്പോൾ പക്ഷേ ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തിയ വഴി എന്ന് പറയുന്നത് റേഷൻ കട വഴിയുള്ള പാതയിലൂടെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയത് ഹോസ്പിറ്റൽ വഴിയും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്ന വഴി റേഷൻ കട വഴിയുള്ള റോഡും ആയിരുന്നു. ലെറ്റ്സ് അനലൈസ് ദ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ്. നമുക്കിനി ഇദ്ദേഹം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ റോഡ് ടേക്കൺ ഫോർ ട്രാവലിംഗ് ഈസ് ദ ഡിസ്റ്റൻസ്. എന്താണ് പറഞ്ഞേ? ദ ലെങ്ത് ഓഫ് ദ റോഡ് ടേക്കൺ ഫോർ ട്രാവലിംഗ് ഈസ് ദ ഡിസ്റ്റൻസ്. ദ ലെങ്ത് ഓഫ് ദ റോഡ്, എത്ര ദൂരമാണ് റോഡിലൂടെ സഞ്ചരിച്ചത് എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം. എത്ര ദൂരം? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. എത്ര ദൂരം സഞ്ചരിച്ചു ഉള്ളതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. എത്ര ദൂരം, അല്ലെങ്കിൽ എത്ര ദൂരം, ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് നമ്മൾ ടോട്ടൽ സഞ്ചരിച്ചു എന്നതിനെ ഡിസ്റ്റൻസ് എന്ന ടേം ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള 1, 2, 3, 4, 6 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉത്തരമൊന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉത്തരമൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ്?
വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താൻ വേണ്ടി എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? നോക്കിയേ, വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ 600 മീറ്റർ. 600 മീറ്റർ ഓൾറെഡി ഇപ്പം ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസ് വരെ 300 മീറ്ററും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു? 600 മീറ്റർ പ്ലസ് 300 മീറ്റർ 900 മീറ്റർ. അപ്പോൾ 900 മീറ്ററാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഹിം ടു റീച്ച് ദ ഓഫീസ്. ആൻഡ് ടു റീച്ച് ഹോം, തിരിച്ച് ഹോമിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിച്ചു? അപ്പോൾ രാവിലെ തുടങ്ങിയ യാത്രയാണ്. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ 600, പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസ് വരെ 300, അപ്പോൾ ടോട്ടൽ 900 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നത് റേഷൻ കട വഴിയാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് റേഷൻ കട വഴിയുള്ള ദൂരം 660 അപ്പോൾ ഓൾറെഡി നമ്മുടെ 900 ഉണ്ട്. ആ 900-ഓടൊപ്പം 660 ആഡ് ചെയ്തു. പിന്നെ റേഷൻ കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം 420 മീറ്ററാണ്. അപ്പോൾ 900 പ്ലസ് 660 പ്ലസ് 420 ടോട്ടലാണ് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പം 1980 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ആർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ബോത്ത് ദ സിറ്റുവേഷൻസ് ഈക്വൽ? ഈ രണ്ട് സിറ്റുവേഷൻസിലും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് ഈക്വൽ ആണോ? അല്ല, നോ. Find the straight line distance from this home to his office and write it down. ഒന്ന് ശ്രദ്ധിച്ചേ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള നേർരേഖ ദൂരം ഒന്ന് നോക്കിയേ. വീടിനെയും ഓഫീസിനെയും കൂടെ നേരായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ചാൽ ആ ദൂരം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 480 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 480 മീറ്റർ. Will he reach the office if he travels 480 meter towards north? ഒന്നാലോചിച്ച ക്വസ്റ്റിന് 480 മീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചാലാണോ ഈ വ്യക്തി ഓഫീസിലെത്തുക? അവിടെ ദിശയുടെ കാര്യം കാണിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയാട്ട് അവിടെ നമുക്ക് മനസ്സിലാവും 480 മീറ്റർ ഈസ്റ്റിലേക്ക് പോയെങ്കിൽ മാത്രമേ ഓഫീസിൽ എത്തത്തുള്ളൂ. അപ്പം അവിടെ നോയാണ് എഴുതി ചേർക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായിട്ടാണ് ഈസ്റ്റ് വരുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ട്രാവൽ 480 മീറ്റർ ടു റീച്ച് ദ ഓഫീസ്? ഓഫീസിലേക്ക് 480 മീറ്റർ ട്രാവൽ ചെയ്ത് എത്തണമെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകണം ആ വ്യക്തി? ഈസ്റ്റ്, കിഴക്ക് ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഈസ്റ്റ് അത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. അതാണ് നമ്മളുടെ അടുത്ത ടേമിനുമായിട്ട് ബന്ധപ്പെട്ടത് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് 480 മീറ്റർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഹോമിൽ നിന്ന് ഓഫീസിലേക്കുള്ളത്, ഈസ്റ്റ് വേർഡ്, അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച്, ഇത്രയും ചുറ്റിക്കറങ്ങി വരുന്നതിന് പകരം വളരെ ഷോർട്ടായുള്ള ഡിസ്റ്റൻസ് അല്ലേ ഈ 480 എന്ന് പറഞ്ഞ്? നേർരേഖ, അതായത് കറക്റ്റ് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും. ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വീട്, ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസ്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂരവ്യത്യാസത്തെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ്, വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ്, ഏറ്റവും കുറവ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. What is the total distance covered by him if he travelled from home to office and back home? What is the displacement? അപ്പോൾ അതിന് രണ്ടിനെയും ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ 1980 മീറ്ററും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 480 മീറ്ററും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെഫിനിഷൻ നമുക്ക് എങ്ങനെയെന്ന് പറയാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്തു ഡയറക്ഷൻ, ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡയറക്ഷനൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന മാഗ്നിറ്റ്യൂഡും ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെ ചേർത്തും ഡയറക്ഷനും പറയുന്നവയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിന് ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് മീറ്ററും ആണ്. അപ്പോൾ രണ്ട് ടേംസ് പഠിച്ചു, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. A stone thrown vertically upwards travels to a height 6 meter and falls back to the hand.
ഓൺ ദ ബേസിസ് ഓഫ് ദ എവോ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു, അത് 6 മീറ്ററിലെ ഉയരത്തിലേക്കാണ് പോയത്, തിരിച്ച് കൈകളിലേക്ക് തന്നെ വീണു. അവിടെ നിന്ന് ശ്രദ്ധിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ടേബിൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷൻ 1. വെൻ ദ സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അവിടെ അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽഡ് ചെയ്തു? സ്റ്റോൺ റീച്ച് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, ഉയരത്തിലെത്തി. അപ്പോൾ 6 മീറ്റർ ഉയരത്തിലേക്കാണ് എറിഞ്ഞത്, അപ്പോൾ അവിടെ 6 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. വെൻ ദ സ്റ്റോൺ ഫോൾസ് ബാക്ക് ഇൻ ദ ഹാൻഡ്, കയ്യിലേക്ക് തിരിച്ചു വന്നു. ഉയരത്തിലെറിഞ്ഞപ്പോൾ 6 മീറ്റർ ഉണ്ട്, പിന്നെ അതേ 6 മീറ്റർ സഞ്ചരിച്ചാണ് താഴെ കൈകളിലെത്തുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 + 6 12 മീറ്റർ എന്ന് കിട്ടും. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുമ്പോൾ വെൻ ദ സ്റ്റോൺ റീച്ച് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ആദ്യം നമുക്ക് 0 കയ്യിലിരുന്നു, പിന്നെ 6 മീറ്റർ മുകളിലേക്ക് പോയി. അപ്പോൾ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 - 0 6 മീറ്റർ എന്ന് കിട്ടും. എന്നാൽ വെൻ ദ സ്റ്റോൺ ഫോൾസ് ബാക്ക് ഇൻ ദ ഹാൻഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ വരും? ആദ്യം 0-യിലായിരുന്നു, കയ്യിൽ നിന്ന് മുകളിലോട്ട് എറിഞ്ഞ് തിരിച്ച് കൈകളിൽ തന്നെ എത്തിയപ്പോൾ അവിടെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും ഒന്ന് തന്നെയാണ്. അപ്പോൾ 0 - 0 0 മീറ്റർ തന്നെയാണ്, 0 മീറ്ററാണ് അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോവുകയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. വൈൽ സ്റ്റേറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ എലോങ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിനോടൊപ്പം ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും, എന്നാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് വിച്ച് ദ ഡയറക്ഷൻ ഈസ് നോട്ട് ടു ബി ഇൻഡിക്കേറ്റഡ്, ഡയറക്ഷൻ പറയാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നും പറയുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഈസ് ഡിസ്റ്റൻസ് ദെൻ എ വെക്റ്റർ ഓർ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെക്റ്റർ ആണോ സ്കെയിലാർ ആണോ? ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ. On the basis of the information you have gathered, observe figure 9.4 and complete the table. A person starts his journey from A and goes to D through B and C and comes back to A. അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ പഠിച്ചു. അതിൽ നിന്ന് ഫിഗർ 9.4 പരിശോധിച്ചതിന് ശേഷം ടേബിൾ 9.3 പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പേഴ്സൺ ഒരു യാത്ര തുടർന്നത് എയിൽ നിന്ന് ഡിയിലാണ് എത്തിച്ചേർന്നത്. ഏതൊക്കെ പോയിന്റുകളിലൂടെ കടന്നുപോയി? ബി, സി എന്ന പോയിന്റുകളിൽ കൂടെയാണ് കടന്നുപോയത്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ആ ടേബിൾ പൂർത്തീകരിക്കാം. അവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഓരോ പോയിന്റിലെയും എഴുതാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് നോക്കാം. ബിയിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? 60 മീറ്റർ. സിയിലെത്തുമ്പോൾ ഈ 60നോടൊപ്പം 60 മീറ്ററൂടെ കൂട്ടുമ്പോൾ 120 മീറ്റർ. ഡിയിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി ഇപ്പോൾ 120 നമ്മൾ സഞ്ചരിച്ചു, അതിൻ്റെ കൂടെ 30 കൂട്ടുമ്പോൾ 150 മീറ്റർ ആവും. പിന്നെ ഡിയിലേക്ക് എത്തുമ്പോൾ 100 മീറ്റർ കൂടെ കൂടും. 150ൻ്റെ കൂടെ 100 കൂട്ടുമ്പോൾ 250. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് എഴുതുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയേ. വൈൽ റീച്ചിങ് ബി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എ ടു ബി എത്രയാണ്? 60 മീറ്റർ. വൈൽ റീച്ചിങ് സി സിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ. അല്ലാതെ 60ഉം 120 അല്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് വേണം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ എടുക്കാൻ. അപ്പോൾ എയും സിയും നോക്കുക, അവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത് 80 മീറ്റർ ആണ്. വൈൽ റീച്ചിങ് ഡിയിലേക്ക് എത്തുമ്പോൾ എയും ഡിയും നോക്കുക, അവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്. വൈൽ റീച്ചിങ് ടു എയിലെത്തുമ്പോൾ എങ്ങനെയാണ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഇങ്ങനെയാണ് അത് പൂരിപ്പിച്ച് എഴുതേണ്ടത്.
നെക്സ്റ്റ് പേജ് നോക്കാം. ലെറ്റ്സ് ഒബ്സർവ് ദ ടു ഫിഗേഴ്സ് ഷോയിങ് ദ ജേർണി ഓഫ് എ പേഴ്സൺ ഫ്രം എ ടു സി ത്രൂ ബി. ഒരു പേഴ്സൻ്റെ ജേർണിയാണ് കാണിച്ചിരിക്കുന്നത്. എയിൽ നിന്ന് സിയിലേക്കാണ്, ത്രൂ ബി, ബിയിൽ കൂടി. അപ്പോൾ എ ടു ബി 60 മീറ്റർ, ബി ടു സി 40 മീറ്റർ ആൻഡ് എ ടു സി 80 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ഫിഗർ 9.5a? 9.5a എന്ന ഫിഗർ അനുസരിച്ച് സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 60 പ്ലസ് 40 പ്ലസ് 900 മീറ്റർ ആണ് നമ്മൾ എ മുതൽ സി വരെ സഞ്ചരിച്ചത്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? എ മുതൽ സി വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി, 80 മീറ്റർ. 80 മീറ്റർ ഈസ്റ്റ് എന്നുകൂടി നമ്മൾ ഈസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് അക്കോർഡിംഗ് ടു ഫിഗർ 9.5b അനുസരിച്ചുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 60 പ്ലസ് 40 100 മീറ്റർ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 100 മീറ്റർ തന്നെ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ് വരുന്നത്? 100 മീറ്റർ തന്നെയാണ് വരുന്നത്. Analyze these two answers obtained and find the situation in which the magnitude of distance and displacement becomes equal and write it down in the science diary. ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളിവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ടു. അപ്പോൾ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയത്? അതിനാണ് ബോക്സിൽ നൽകിയിരിക്കുന്നത്. വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഏത് ബോഡിയാണോ സ്ട്രെയിറ്റ് ലൈനിൽ സെയിം ഡയറക്ഷനിൽ പോകുന്നത്, സെയിം ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ആ ബോഡിയുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യമായിരിക്കും. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ സെയിം മാഗ്നിറ്റ്യൂഡിലും സെയിം ഡയറക്ഷനിലുമാണ് പോകുന്നതെങ്കിൽ ആ ബോഡിയുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. On the basis of your findings, write down the difference between distance and displacement. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചതിന് ശേഷം ടേബിൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസിൻ്റെ കോളത്തിൽ നമുക്ക് സ്കെയിലാർ ആണെന്നറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ആണെന്നറിയാം. അവിടെ എഴുതി ചേർക്കേണ്ടത് ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദ പാത്ത്, ടോട്ടൽ പാത്ത് കവേർഡ് അല്ലേ, എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാം, സ്പീഡ് ആൻഡ് വെലോസിറ്റി. Did you read the notice put up in the city? Hope you know that the excess speed and carelessness driving are two major reasons for accident. Do you know what excess speed is? Let us see the measurement of figure 9.2 and do another activity. Time taken to travel to the office and back home was 600 seconds each. Based on these measurements, try to complete table 9.5. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ്, വെലോസിറ്റി എന്ന ടേംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഗർ 9.2 ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിലെ വിവരങ്ങളാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ പഠിച്ചായിരുന്നു വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ടൈമും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ടൈം ഇവിടെ 600 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഈ വിവരങ്ങളെ ആസ്പദമാക്കി ടേബിൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ റീച്ചിങ് ദ ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആയിരുന്നു? 900 മീറ്റർ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ 480 മീറ്റർ ആയിരുന്നു. ടൈം ടേക്കൺ ഫോർ ദ ജേണി തന്നിട്ടുണ്ട് 600 സെക്കൻഡ് എന്ന്. ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് ടൈം, അതായത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിക്കണം. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 900. 900ത്തെ നമ്മൾ ടൈമായ 600 കൊണ്ട് ഹരിച്ചാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ 1.5 എന്ന് ലഭിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കിട്ടിയ വാല്യൂവിനെ ടൈം കൊണ്ട് ഹരിക്കുക. 480/600 ചെയ്യുമ്പോൾ 0.8 എന്ന് ലഭിക്കും.
അതുപോലെ ഓൺ റീച്ചിങ് ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 1980 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് 480 തന്നെയായിരുന്നു. ടൈം 600 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1980 മീറ്റർ ഡിവൈഡഡ് ബൈ 600 ചെയ്യുമ്പോൾ 3.3 എന്ന് ലഭിക്കും. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ് കാണാനായിട്ട് ഡിസ്പ്ലേസ്മെൻ്റായ 480നെ 600 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മുമ്പേ കിട്ടിയതാണ് 0.8 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ സ്പീഡിൻ്റെ ഡെഫിനിഷൻ: സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ടൈമിലെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമും വെലോസിറ്റി കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമും. Write down the equation for velocity. If speed is equal to distance by time ആണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. ഈസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ വൈൽ ട്രാവലിംഗ് ഫ്രം ഹോം ടു ഓഫീസ്? ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ വെലോസിറ്റിയും സ്പീഡും ഈക്വൽ ആണോ? നോ. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് സ്പീഡ് എക്സ്പ്രസ്ഡ്? സ്പീഡ് എക്സ്പ്രസ് ചെയ്ത യൂണിറ്റ് ഏതാണ്? വെലോസിറ്റിയോ? വെലോസിറ്റിയും സ്പീഡിൻ്റെയും യൂണിറ്റ് സെയിം ആണ്, മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ പേഴ്സൺ ട്രാവൽഡ്? അപ്പോൾ ഈ പേഴ്സൺ ട്രാവൽ ചെയ്ത സ്പീഡ് എത്രയാണ്? 1.5 മീറ്റർ പെർ സെക്കൻഡും വെലോസിറ്റി 0.8 മീറ്റർ പെർ സെക്കൻഡും. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി എന്തുകൊണ്ടായി? വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെലോസിറ്റി ഈസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി. ബട്ട് വാട്ട് യു തിങ്ക് സ്പീഡ്? ഇപ്പോൾ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആവും? സ്കെയിലാർ ക്വാണ്ടിറ്റി. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഒബ്സർവ് ദ ഡിപ്പിക്ഷൻ ഓൺ ദ പാത്ത് ടേക്കൺ ബൈ ആൻ ഒബ്ജക്റ്റ് as മൂവ്സ് ഫ്രം എ ടു സി ത്രൂ ബി. എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ബിയിലൂടെയാണ് പോയിരിക്കുന്നത്. ഫിഗർ 9.6 ആണ് കാണിച്ചിരിക്കുന്നത്. അതിലെ സ്പീഡും വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്പീഡും വെലോസിറ്റിയും നമുക്കൊന്ന് നോക്കാം. എ മുതൽ സി വരെയുള്ള പോയിന്റിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 + 40 100 മീറ്റർ ആണ്. ടൈം തന്നിട്ടുണ്ട് 6 + 4 10 സെക്കൻഡ് ആണ്. അപ്പോൾ സ്പീഡ് എങ്ങനെ കാണാം? ഡിസ്റ്റൻസ് ബൈ ടൈം 100/10 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ലഭിക്കും. വെലോസിറ്റി കാണുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. എ മുതൽ സി വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 70 മീറ്റർ എന്ന് കിട്ടും. ടൈം 10 സെക്കൻഡ് തന്നെയാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 70/10 7 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ടാബുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും 2 കോളമാക്കിയിട്ടുണ്ട്. സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സ്പീഡ് കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അതേ പേജിൽ തന്നെ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു എക്സ്ട്രാ റീഡിങ് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കേണ്ടത് 1 നോട്ടിക്കൽ മൈൽ ഈസ് 1.852 കിലോമീറ്റർ എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. കുറച്ച് ലെങ്തിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക, എല്ലാം എഴുതിയെടുക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പോർഷൻസുമായി കാണുന്നവരേക്കും താങ്ക് യു.